എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് വീണ്ടും വീണ്ടും നിന്ന് മുറുമുറുക്കുന്നോ? മര്യാദയ്ക്ക് വെച്ചിട്ട് പോ. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കൃഷ്ണ അവരുടെ കൂടെ പോയില്ലേ? ഒന്നും വേണ്ടെന്ന് ഡോക്ടർ പറയുമ്പോ ഗാഥ, ടെസ്റ്റുകളൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഛർദിയുടെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? സിസ്റ്ററെ, യൂറിനും ബ്ലഡും ഒക്കെ ഒന്ന് പരിശോധിക്കണം. കൊണ്ടുപോയിട്ട് വരൂ. വരൂ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 മാസം മുൻപാ ഇവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞത്. എന്താ മാഡം? അല്ല, വിവാഹിതരായ പെൺകുട്ടികളിൽ സ്വാഭാവികമായി വരുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ. മറ്റ് കണ്ടീഷനുകളൊന്നും ഒരു പ്രശ്നമില്ലാത്ത നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഗാഥയുടെ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. മാഡം, അതെന്താ അങ്ങനെ? നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്. ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ എക്സൈറ്റ്മെന്റില് ആരോടും അത് വിളിച്ചു പറയാനും പറ്റില്ല. റിസൾട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഡോക്ടർ. കുറെ കാലമായിട്ട് ഒരു ശാപത്തിലൂടെ കടന്നു പോവുക എന്റെ തറവാട്. അവിടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ദൈവങ്ങൾ കനിഞ്ഞ് അങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ. സത്യം പറഞ്ഞ ഇങ്ങനൊരു സംശയം നിങ്ങളോട് പറഞ്ഞത് തന്നെ അബദ്ധമായും തോന്നുന്നു എനിക്ക്. എനിവേ, ആ കുട്ടി തിരിച്ചിവിടെ വരുമ്പോ അവളോട് ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. പെൺകുട്ടികൾക്ക് അനാവശ്യമായ ഒരു പ്രതീക്ഷ ഉണ്ടായാൽ അതിലൊരു തടസ്സം വരുമ്പോ അവർ വല്ലാണ്ട് ടെൻഷനായി പോവും. ഇല്ല ഡോക്ടർ, ഞാൻ പറയുന്നില്ല. നല്ലത് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ? ഞാനേ ആ കീർത്തി ഒന്ന് വിളിച്ചു നോക്കിയതാ. അവള് ഫോൺ എടുക്കുന്നില്ല. കീർത്തിയെ എന്തിനാ വിളിക്കുന്നേ? അവളെ വിളിച്ചാ കൃത്യമായിട്ട് അറിയാലോ കൃഷ്ണ ഹോസ്പിറ്റലിലാണോ അതോ നവീന്റെ കൂടെ കളരിക്കലേക്ക് പോയിട്ടുണ്ടോ എന്ന്. മോളെ, കൃഷ്ണയ്ക്ക് സുഖമായെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തങ്കത്തിന്റെ കൂടെ പോവേ ഉള്ളൂ. ആ ഗാഥ മാഡം, അങ്ങനെ പാടുള്ളൂന്ന് സിത്താര മാം അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ ചെയ്യൂ. അതൊക്കെ മമ്മിയുടെ വെറുതെയുള്ള വിശ്വാസം. അവൾ അങ്ങനെയൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. ഒരു സെന്റിമെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലേ അതവൾ ഉപയോഗിക്കും. അതുവഴി എങ്ങനെയെങ്കിലും നവീന്റെ വീട്ടിൽ കയറി പറ്റാൻ അവളെ ശ്രമിക്കുകയും ചെയ്യും. ഞാൻ എന്തായാലും കീർത്തി ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. മോളെ, ഇങ്ങെടുത്താ. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അവരുടെ കണക്കൂട്ടലില് നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കല്ലേ? പിന്നെ ഇവിടുന്ന് വിളിച്ച എങ്ങനെ ഗാഥ? അല്ലെങ്കിൽ തന്നെ ഈ 2 കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത് നീയും കീർത്തി അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാ. എങ്കിൽ പിന്നെ അതിലൊരു തെളിവ് ഞാൻ തന്നെ തരാന്ന് പറഞ്ഞ പോലെ ആവില്ലേ ഇത്? എന്റെ മോളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് വേണം. അതെങ്കിലും ഒന്ന് മനസ്സിലായിക്കൂടെ നിനക്ക്? സോറി, ഞാനതൊന്നും ആലോചിച്ചില്ല. ഗാഥ മാഡത്തിന്റെ ഫോൺ എങ്ങാനും കണക്ട് ആയിരുന്നെങ്കിലോ? ഇതിനുള്ളിലെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായേനെ. അല്ല, ഇപ്പൊ അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടോന്ന് എങ്ങനെ അറിയാനാ? ഞാൻ ആ മോളിക്കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അവളെ എടുക്കുന്നില്ല. അല്ലെങ്കിൽ എന്റെ കോള് കണ്ട് അവളെ എടുക്കില്ല. ആ ദുബായിയുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അവളുടെ കൂടെ നടക്കുന്ന ആ മറ്റവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ, ഇപ്പൊ അതൊന്നും വേണ്ട. കീർത്തിയെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല. പക്ഷെ ഇയാളെ വിളിച്ച എന്താ കുഴപ്പം? എന്താന്ന് വെച്ചാ ചെയ്. ഹലോ. ഞാൻ ഗാഥയാ. എന്താണാവോ? കൃഷ്ണ എവിടെയുള്ളത്? എന്തിനാ? കൊല്ലാനാണോ?
നിന്നോടൊരു കാര്യം ചോദിച്ചാലേ അതിനുള്ള ഉത്തരം ഇങ്ങോട്ട് തന്നാ മതി. അവളെ രക്ഷപ്പെട്ടോ? ദേ, കൃഷ്ണയെ അങ്ങനെ അവസാനിപ്പിക്കാന്നൊന്നും നീ കരുതണ്ട. കൃഷ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല. ദൈവം അവളുടെ കൂടെയുണ്ട്. ദൈവം കൂടെ നിൽക്കേ, ചെകുത്ത സെലൂട്ട് അടിക്കേ, എന്താന്ന് വെച്ച ചെയ്തോട്ടെ. അവളെ ഇപ്പൊ എങ്ങോട്ടാ കെട്ടിയെടുത്തേന്നാ ഞാൻ ചോദിച്ചേ. നവീനോടൊപ്പം കൃഷ്ണ പോയത് ഇവൾ അറിഞ്ഞിട്ടില്ല. തൽക്കാലം അറിയിക്കാതിരിക്കുന്ന നല്ലത്. കൃഷ്ണ തങ്കേച്ചിയുടെ കൂടെയുള്ള. ദേ, പിന്നൊരു കാര്യം ഞാൻ പറയാം. കൃഷ്ണയെ തേടി ഇനി ഇങ്ങോട്ട് വരണ്ട. വന്നാ ചിലപ്പോ നീ നല്ല രീതിയിൽ തിരിച്ചു പോവില്ല. നിർത്തടി. നിന്റെയൊക്കെ ഭീഷണി ഞാൻ ഒരുപാട് കേട്ടതാ. എന്നോട് കളിച്ച എന്താ സംഭവിക്കാന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാലോ. ദേ, നിർത്തിക്കോ. നിങ്ങൾ ആരെയും ഈ ഭീഷണിപ്പെടുത്തുന്നേ? റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാളെ വണ്ടി ഇടിപ്പിക്കാനേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നീ നിന്റെ വീട്ടിൽ സുരക്ഷിതയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്റെ കയ്യിലൊരു കറിക്കത്തി എടുത്തു തന്നാലേ നിന്നെ കുത്തിക്കൊല്ലാൻ എനിക്കും പറ്റും. പിന്നെ അത് ഞങ്ങളുടെ സംസ്കാരം അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്ത. ദേ, എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് വീണ്ടും വീണ്ടും നിന്ന് മുറുമുറുക്കുന്നോ? മര്യാദയ്ക്ക് വെച്ചിട്ട് പോ. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കൃഷ്ണ അവരുടെ കൂടെ പോയില്ലേ? ഇനിയെങ്കിലും ഈ ആളുകളെ വിളിക്കുന്നതൊന്നും നിർത്തുവോ നീ? ആ, ഇനി ഞാൻ ആരെയും വിളിക്കുന്നൊന്നുമില്ല. അറിയാനുള്ളതൊക്കെ അറിഞ്ഞല്ലോ. കൃഷ്ണ നവീൻ്റെ ഒപ്പം പോയത് തൽക്കാലം ഗാഥ അറിയണ്ട. ഗാഥാ മാഡത്തിന്റെ നിർബന്ധം കണ്ടിട്ടേ ഗാഥാ മാഡം ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് മാം. അങ്ങനെ വന്നാ എനിക്കറിയില്ല സിനി. എന്തോ ആവർത്തിക്കാനുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു ഗാഥയുടെ പോക്ക് കണ്ട. എന്റെ മോളുടെ കഴുത്തില് നവീൻ കെട്ടിയ താലി ഇപ്പോഴും ഉണ്ട്. നവീൻ അവളെ തന്നെയാ സ്നേഹിക്കുന്നതെന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാം. നവീന്റെ മനസ്സ് മുഴുവനും കൃഷ്ണയോടുള്ള സ്നേഹമാ, കൃഷ്ണയുടെ പെരുമാറ്റമാ. ഇപ്പോ കൃഷ്ണ നവീന്റെ ഭാര്യയെ കളരിക്കലേക്ക് പോകണമെങ്കിൽ എന്നും അവള് നവീന്റെ ഭാര്യയായി തന്നെ ജീവിക്കുമെന്ന് ഉറപ്പ് വേണം. ഞാനീ പറയുന്ന കാര്യം സമ്മതിക്കാതെ കൃഷ്ണ കളരിക്കലേക്ക് പോകില്ല. പോക്കാണ്.